പറയാനുള്ളതും അല്ലെങ്കിൽ എനിക്ക് എഴുതാനുള്ളതും ഒക്കെ തന്നെ ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു കാര്യം എനിക്ക് തുറന്നു പറയേണ്ടി വരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടിയ ഒരു പുസ്തകം എന്നുവെച്ചാൽ പ്രസിദ്ധീകരിക്കാൻ ഈ പുസ്തകമാണ്. എന്നുവെച്ചാൽ മലയാളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രസാധകരും തള്ളിക്കളഞ്ഞൊരു പുസ്തകമാണ്, റിജക്റ്റ് ചെയ്ത പുസ്തകമാണ്. എന്നുവെച്ചാൽ അവരുടെ രജിസ്ട്രി പോലും റിജക്റ്റഡ് എന്ന് എഴുതി വെച്ച ഒരു പുസ്തകമാണിത്. എൻ്റെ ബാക്കി പുസ്തകങ്ങളൊന്നും പ്രസിദ്ധീകരിക്കാൻ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടൊന്നും നേരിട്ടിട്ടില്ല. റിജക്റ്റഡ് എന്ന് പറഞ്ഞ് ഞാൻ റിജക്റ്റഡായ ലൈഫിൽ ആദ്യമായിട്ട് റിജക്റ്റഡായി കുറേ ദിവസങ്ങൾ, ഏതാണ്ട് 1-2 മാസം ഞാനത് എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലായില്ല. എൻ്റെ എഴുത്തിന് വല്ല കുഴപ്പമുണ്ടായിട്ടാണോ, എനിക്ക് ഞാൻ ചെയ്ത വിഷയത്തിൻ്റെ ആണോ, ഈ പുസ്തകത്തിൻ്റെ കുഴപ്പമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ വീണ്ടും വീണ്ടും വെങ്കടേഷിനോടും രാജഗോപാലെ വായിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് വരെ ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ട് ഞാൻ ഒറ്റ പുസ്തകം പോലും എനിക്ക് പ്രസിദ്ധീകരിക്കുന്ന ദിവസം എനിക്ക് ടെൻഷൻ വന്നിട്ടില്ല. ഞാനത് പ്രസിദ്ധീകരിച്ചു പോയി എന്നുള്ള രീതിയിൽ വളരെ ലൈറ്റായിട്ട് എടുക്കുന്ന ആളാണ്. പക്ഷേ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച് ഈ പുസ്തകം 1-2 പേര്, അൻവർ അതിലൊരാളാണ്, വായിച്ച് ഇതൊരു പുസ്തകമാണ് എന്ന് പറയുന്നത് വരെ ടെൻഷൻ അനുഭവിച്ചൊരു പുസ്തകമാണ്. എന്നുവെച്ചാൽ അത്രത്തോളം റിജക്ഷൻ ഞാൻ അനുഭവിച്ച ഒരു പുസ്തകമാണ്. എന്നുവെച്ചാൽ എനിക്ക് തന്നെ അതിപ്പോഴും അറിയില്ല എന്തിനാണ് അങ്ങനെ ഒരു റിജക്ഷൻ ബാക്കി പ്രസാധകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. പ്രസിദ്ധീകരിച്ചാൽ വിറ്റുപോകത്തില്ല എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞ വലിയ. എൻ്റെ പക്ഷേ ബാക്കി ഒരു യാത്രാവിവരണ പുസ്തകത്തിനും എനിക്ക് അത്തരം ഒരു ഇത് നേരിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിന്ത പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് പോയി ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇത് എന്തെങ്കിലും തരത്തിൽ ഉള്ള ഒരു മാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇത് ചർച്ച ചെയ്യണം. ഞാൻ പ്രദീപ് പറഞ്ഞപ്പോഴും ഞാൻ അതാണ് പറഞ്ഞത്, ഈ വിഷയം ചർച്ച ചെയ്യൂ, ഈ വിഷയം ചർച്ച ചെയ്യൂ എന്നുള്ളത് മാത്രമാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ കണ്ട ഇന്ത്യ എന്ന് പറയുന്നത് കുറേ കാഴ്ചകളിൽ ഞാനും വെങ്കടേഷും ഒരുമിച്ചാണ് ഈ സ്ഥലങ്ങളിൽ പോയത്. കുറേ സ്ഥലങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി. പക്ഷേ ആ ഓരോ ദിവസവും ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ എന്താണ് പറയുന്നത്, എന്നെ ഈ പരിധികൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകാത്ത ഒരെന്നെ എനിക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഈ യാത്രകളിലൂടെയാണ്. ഒരുപാട് യാത്ര അതിനു മുമ്പ് ഞാൻ നടത്തിയിട്ടുണ്ട്. നമ്മൾ താജ്മഹൽ കാണാൻ പോകും, അല്ലെങ്കിൽ ഇന്ത്യയിലെ പല പല സ്ഥലങ്ങളിൽ പോയി യാത്രയുടെ കൗതുകങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞ ഒരു കാലത്താണ് ഞാൻ ഇങ്ങനെ ഒരു യാത്ര വിചാരിക്കുന്നത്. അതിനുള്ള കാരണവും ഞാൻ എഴുതിയിട്ടുണ്ട് അതിൻ്റെ മുന്നിൽ. ശരിക്കും ഞാൻ അനുഭവിച്ചതാണ്. അത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ട് അതൊരു ഫിക്ഷനാണ്, ഒരു ഫിക്ഷൻ റൈറ്ററുടേതാണ്. അല്ല, ഞാൻ ഇതുപോലെ ഒരു സ്റ്റേജിൽ കയറി അനൗൺസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അയാളുടെ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റിനെ ഇടി നീ ഇങ്ങ് കയറി വാ, എന്നിട്ട് നീയും വന്ന് കൊടുക്ക് കുറേ സമ്മാനങ്ങൾ എന്ന് പറയുന്ന തരത്തിൽ സ്ത്രീയോട് പെരുമാറാൻ കഴിയും എന്ന ഷോക്കിൽ നിന്നത്. ഞാൻ അന്ന് കേന്ദ്ര ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥയാണ്, സീനിയർ ഉദ്യോഗസ്ഥയാണ്. പക്ഷെ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെയും ഒരു പഞ്ചായത്തിൽ ഇത്രയും സംവരണമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെയും ഒരു മാറ്റം മാറ്റം ആണോ ഉണ്ടാകുന്നത്, ഇത് ഏത് തരത്തിലാണ് ഇത് പോകുന്നത് എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ വെങ്കടേഷിനെ പരിചയപ്പെടുന്നത്. ഞാൻ വിചാരിക്കും ആ പരിചയപ്പെടലൊക്കെ തന്നെ എനിക്ക് തോന്നി ഈ പുസ്തകത്തിലേക്ക് എഴുതിയതാണ്. വെങ്കടേഷിനെ പരിചയപ്പെടുമ്പോൾ ഞാൻ വെങ്കടേഷിനോട് ആദ്യം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു 10-12 ചോദ്യമൊക്കെ എഴുതി അയച്ചു വെങ്കടേഷിന്. ഇതൊക്കെ ആയിട്ട് ഇന്ത്യയിൽ പോയാൽ എന്തായിരിക്കുന്നു. വെങ്കടേഷിന് നന്നായിരിക്കും, വെങ്കടേഷിന് എല്ലാത്തിനും പോസിറ്റീവായി പറയുന്ന ആളാണ്, ഇത് ശരിയാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് അന്നും ഭയങ്കരമായ ഒരു ടെൻഷനായിരുന്നു. ആദ്യം ഞാൻ തമിഴ്നാട്ടിലാണ് പോകുന്നത്. ആദ്യം കാണുന്ന വ്യക്തിയാണ് സുജാത രമേശ്. അവരന്ന് എപ്പോൾ വേണോ കൊല്ലപ്പെടാമെന്നുള്ള ഇതിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇതൊന്നും ഇത് ഒട്ടും ഫിക്ഷനല്ല. ഫിക്ഷൻ എന്ന് വെച്ചാൽ ഞാനിതിപ്പോൾ ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ എല്ലാവരും വായിക്കുന്ന സാധനങ്ങളാണ്, എനിക്കിതൊരിക്കലും കള്ളം പറയാൻ പറ്റില്ല. പക്ഷെ ആ സ്ത്രീയിൽ നിന്ന് അവരാണ് എന്നെ ഈ പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത്. കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഒരു ഉൾക്കരുത്ത്, വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ത്രീയാണ്, അവർ വലിയ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ആ തമിഴ്നാട്ടിലെ ആ ഗ്രാമത്തിൽ അവരുടെ സ്കൂട്ടറിൽ കയറി ഞാൻ കുറേ സ്ഥലങ്ങളിൽ അവരെന്നെ കൊണ്ടുപോയി, ഡക്കോട്ട സ്കൂട്ടറാണ്. അവരിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഈ പുസ്തകം ഉണ്ടായത്. എന്തെന്ന് വെച്ചാൽ ഇത് എഴുതിയേ പറ്റൂ എന്ന് എനിക്ക് മനസ്സിലായി. അവരെടുത്ത് ഇപ്പോൾ വിനീത സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കരച്ചിൽ എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ഒരവസ്ഥ വന്നു. അതുപോലെ ആയിരുന്നു അന്ന് സുജാത രമേശ് എന്നോട് പറയുമ്പോൾ, അതായത് വേഷം അഴിച്ചു വെച്ചിട്ട് വാ എന്ന് പറയുന്ന ഒരു തരത്തിൽ പറയാൻ കഴിയുന്ന, അത് ദളിതാണെങ്കിലും ആരാണെങ്കിലും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമ്മൾ തകർന്നു പോകുന്ന ഇതാണ് സുജാത രമേശിൻ്റെ അനുഭവം. അത് കഴിഞ്ഞ് അവർ ജയിച്ചോ തോറ്റോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത് ഞാൻ അവരെ കാണുമ്പോഴും അപ്പോഴേക്കും അവരെ അധികാരത്തിൽ നിന്ന് അവർ പുറത്താക്കി കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ബാലിച്ചാമിയും പെരിയ കറുപ്പനും. അവരെല്ലാവരും
ഇന്നും ഇവിടെയൊക്കെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരാണ്, ഇന്ത്യയിൽ തന്നെ ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പെരിയ കറുപ്പൻ പിന്നെ ഇപ്പോഴും ബുദ്ധിമുട്ടുന്ന, അയാൾക്ക് മരുന്നില്ല, അയാൾ തളർന്ന് കിടക്കുകയാണ്. അയാളുടെ വീട്ടിൻ്റെ മുന്നേ കൂടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പോവുകയും തൊട്ടപ്പുറത്ത് ചെന്ന് ഇവരെല്ലാവരും ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരായി മാറിയതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതിനെക്കുറിച്ച് പറയുമ്പോഴും അയാൾ എന്നോട് പറയുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞു കാണൂല എന്നുവെച്ചാൽ അത്രത്തോളം വിധേയത്വത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അവിടെ ഞാൻ നാട്ടാമംഗലം എന്നുള്ള പഞ്ചായത്തിൽ കണ്ട ഗണേശൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ജോലി തരുന്നത് അവരാണ്, എന്താണ് കള്ളർമാരെന്ന് പറയും. അപ്പം ഞങ്ങൾ എങ്ങനെയാണ് അവർ പറയുന്നതല്ലാതെ ഈ അധികാരത്തിൽ സന്ധി ചെയ്യുക? മൊക്കക്കാള എന്ന് പറയുന്ന ആ ഗ്രാമത്തിലെ തൂപ്പുകാരനെ കാണുമ്പം അയാളും പറയുന്നത് അതാണ്, അവരുടേതല്ലേ ഇതെല്ലാം, അവരുടേതല്ലേ ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത്. അവിടെ അവർ പറഞ്ഞു, ഞാൻ അവരുടെ മുറ്റത്ത് അവരുടെ പറമ്പ് കിളയ്ക്കുന്നു, അവർ പറഞ്ഞു ഈ കസേരയിൽ ഇരിക്കുമെന്ന്, അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പല ഇപ്പം അധികാരമുണ്ടായതുകൊണ്ട് മാത്രം ജീവിതം നഷ്ടപ്പെട്ട ഒരുപാട് പേരെ നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റി. ഈ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇല്ലാത്ത തരത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പം ഇന്ത്യയിൽ ഒരുപാട് പേര് ഓരോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കൊല്ലപ്പെടും. അപ്പം അതെല്ലാം ശരിക്കും അങ്ങനെ ഒരു ഇന്ത്യയെ കാണുകയും അങ്ങനെ ഇതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടുമുട്ടിയ അല്ലെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത ഒരുപാട് പേര്, ഒരു 10-20 പേരെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ആവർത്തന വിരസത വരണ്ട എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ, അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഈ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായ ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ, ഇനി സത്യം പറഞ്ഞാൽ വേറൊരു പുസ്തകത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും തന്നെ ഒരു മൂഡ് പോലെ എനിക്കിപ്പോഴും ഇല്ല. എന്നുവെച്ചാൽ രണ്ട് തരത്തിൽ പുസ്തകം എഴുതിയതിന് മാത്രമല്ല അതിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ അനുഭവിച്ച ഒരു സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായ വിഷമമായിരുന്നു. പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞിട്ടും പുസ്തക ചർച്ച, ഇപ്പോൾ പ്രദീപ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചു എന്നല്ലാതെ എനിക്കറിഞ്ഞുകൂടാ ആർക്കെങ്കിലും ഈ വിഷയമൊക്കെ ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന്. സിനിമയിലോ അല്ലെങ്കിൽ ഇതിനൊപ്പം തന്നെ ഞാൻ കാണുന്നത് ഈ പുസ്തകം റിജക്റ്റ് ചെയ്യുമ്പോൾ തന്നെ സിനിമയിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള രംഗങ്ങളിൽ നിൽക്കുന്നവരുടെ വളരെ നിസ്സാരമായ ചെറിയ യാത്രകൾ അങ്ങോട്ട് പോയി എഴുതിച്ച് അവർ പുസ്തകം ഇറക്കുന്ന തരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് രൂപയും ഇതിനുവേണ്ടി ചിലവായിട്ടുണ്ട്. എനിക്കൊരാളും ഫണ്ട് ചെയ്തിട്ടല്ല, ഓരോ സ്ഥലത്തും ഞാൻ തന്നെത്താൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് കിട്ടിയ പൈസയൊക്കെ എടുത്ത് പോയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ എന്തിനു ചെയ്തു എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്, എൻ്റെ തന്നെ എന്തോ ഒരു പത്രപ്രവർത്തന ക്ലാസ്സിൽ വെച്ചിട്ട് ഈ ഡെവലപ്മെൻറ്റ് ജേർണലിസം പഠിക്കുമ്പോൾ ഞാൻ അപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ആ പഠിപ്പിക്കുന്ന സാറിനെ ആ ക്ലാസ്സിലിരുന്നും ഞാൻ ചില സമയത്ത് അനുഭവിക്കുന്ന, നേരത്തെ വിനീത സംസാരിച്ചപ്പോൾ അനുഭവിച്ച പോലത്തെ എന്തോ ഒരു സാധനം എനിക്ക് അനുഭവിക്കും. അപ്പോൾ അതെനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് തുടർന്ന് വന്നതായിരിക്കാം, ഈ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന്. പിന്നെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, എന്നെ സംബന്ധിച്ചുള്ളത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അത് കുട്ടി, ഇപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു കുട്ടിയാണ് ഇരിക്കുന്നത്. പ്രായമോ അല്ലെങ്കിൽ ലിംഗമോ ജാതിയോ ഒന്നും എൻ്റെ തലച്ചോറിലില്ല എന്നുള്ളൊരു സ്ഥിതിയാണ് എനിക്ക് എന്നെക്കുറിച്ച് അറിയുന്നത്. ഈക്വലായിട്ട് മാത്രം മനുഷ്യൻ എല്ലാവരും കാണാൻ പറ്റുള്ളൂ. അതെനിക്ക് ഉണ്ടായത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവരുടെ അടുത്ത് ഈ നിന്നെയൊക്കെയുള്ള ഒരു ഇതിൽ സംസാരിച്ചപ്പം ഇവരെന്നോട് പറഞ്ഞതാണോ ഞാൻ പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. 13ാമത്തെ വയസ്സിൽ റഷ്യയിൽ പോയിട്ട് ഈ ലോകത്തിലെ 150ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു 5000ഓളം കുട്ടികളുമൊത്ത് ചിലവഴിച്ച ആ ഒരു മാസത്തിൽ മനുഷ്യൻ്റെ തൊലിക്കും മനുഷ്യൻ്റെ രൂപഭാവങ്ങൾക്കും തലമുടിയുടെ നിറത്തിനും തലമുടിയുടെ ചുരുളിനും കണ്ണുകളുടെ വ്യത്യാസങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്നേഹവും, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ സത്യസന്ധതയും അതിനുള്ളിലെ മാനവികതയുമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു ഞാനുണ്ട് ഒരു 13 വയസ്സിൽ. ഞാൻ ആണ് ഈ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് ഈ പുസ്തകം എഴുതാൻ ഞാൻ എഴുതിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ എനിക്ക് നഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എപ്പോഴും സന്തോഷവതിയാണ്. ഞാൻ എപ്പോഴും കരുണയോടുകൂടി മാത്രമേ കാണാൻ പറ്റൂ. എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് ഇതിനെ തോന്നുന്നു. ഇങ്ങനെയൊരു സന്ധ്യ ചെയ്ത് ഒരുക്കിയതിൽ പ്രദീപിന് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെയൊരു വിഷയമെടുത്ത് ചർച്ച ചെയ്യാൻ വേറെ ആരെങ്കിലും പ്രേരിപ്പിച്ചാൽ എനിക്ക് പോകണം എന്നൊന്നുമില്ല, ഞാൻ അവിടെ എത്തണം എന്നില്ല. എന്നെ സംബന്ധിച്ചോളം ഇനി
ഇങ്ങനൊരു ഈ പുസ്തകത്തെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യണമെന്ന് പോലും എനിക്കില്ല. പക്ഷെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന്, നേരത്തെ വെങ്കടേഷ് പറഞ്ഞ പോലെ ഗോപ്യമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ പറയാനുണ്ട്. അതെല്ലാം എവിടെയെങ്കിലും തുറന്ന് സംസാരിക്കാനും കേരളം ഈ ചർച്ചയിലേക്ക്, ഇപ്പം നേരത്തെ തോമസ് ഐസക് തന്നെ പറയുന്നുണ്ടായിരുന്നു ഇത് ഇംഗ്ലീഷിൽ വരണം. പുള്ളി എന്നെ പിന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഹിന്ദിയിൽ വരണം, തമിഴിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ഭാഷയിൽ വന്നാലും എന്ത് വന്നാലും നമ്മൾ ജീവിച്ചിരിക്കുന്ന സമൂഹത്തെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തെ ഒരു പടിയെങ്കിലും എന്താണ് പ്രകാശമാനമാക്കുന്നതിനുള്ള ഒരു ചെറിയ ചുവടുവയ്പ്പെങ്കിലും ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ എനിക്ക് സന്തോഷം. അതിന് ഈ ചർച്ച, സത്യത്തിൽ പ്രദീപ് ഇന്ന് സംഘടിപ്പിച്ച ഈ ചർച്ച എവിടെയെങ്കിലുമൊക്കെ ആളുകൾക്കൊരു പ്രേരണയാകുമെങ്കിൽ അതിനും എനിക്ക് സന്തോഷം. ഇവിടെ വന്ന നന്ദി പറയാനായിട്ട് വെങ്കടേഷിന് ഞാൻ വിചാരിക്കും, നമ്മൾ സ്കൂളിൽ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന 2 കൂട്ടുകാർ ഒരുപാട് വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയ ഒരു ഒരു സുഹൃത്ത്, അങ്ങനെയുള്ള ഒരു സൗഹൃദം ഞങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടുപ്രതി എന്ന് പറയുന്ന പോലെ ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇതിൽ തന്നെ വേവ് ലെങ്ത്തിൽ എനിക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അത് വലിയ ഒരു ഭാഗ്യമായി ഞാൻ കാണുന്നു. അങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ സത്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഊഹിച്ചാൽ അറിയാം. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, ഇപ്പോൾ എനിക്ക് ബംഗാളിൽ ബംഗാളിൽ രാജഗോപാലാണ് ശരിക്കും ഹെൽപ്പ് ചെയ്തത്. ഗുജറാത്തിൽ പോകുമ്പോൾ എനിക്ക് ഗുജറാത്തിയിൽ സംസാരിക്കുന്ന ഗ്രാമ ഭാഷയാണ്. ഹിന്ദിയൊന്നും നമുക്കുള്ള ഭാഷയല്ല. തമിഴ്നാട്ടിലും അതെ, എല്ലായിടത്തും തന്നെ വെങ്കടേഷിൻ്റെ ഇന്ത്യ മുഴുവൻ പടർന്നു കിടന്ന ഒരു സൗഹൃദ വലയത്തിൽ നിന്നുള്ള ജേർണലിസ്റ്റുകളുടെ ഒരു ഒരു കൂട്ടമാണ് എന്നെ സഹായിച്ചത്. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവരെല്ലാം എൻ്റെ കൂടെ വരുമായിരുന്നു, അല്ലെങ്കിൽ എനിക്കിതൊന്നും മനസ്സിലാവില്ലായിരുന്നു. അങ്ങനെ ഒരു വലിയ ഇതാണ്. അതുകൊണ്ട് ഞാൻ വെങ്കടേഷിന് നന്ദിയൊന്നും പറയുന്നില്ല, സന്തോഷം. പിന്നെ പ്രദീപിന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇത്തരം നല്ല കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സന്ധ്യകൾ ഇവിടെ ഉണ്ടാക്കുന്നതും ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള ആത്മാർത്ഥമായ ആ ഒരു ഇതിന് ഒരു ചുവടുവയ്പ്പിന് നന്ദി. രാജേഷ് പോയി കഴിഞ്ഞു. രാജേഷ് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ തിരിച്ച് വന്നിട്ട്, ഞാൻ ഗുജറാത്തിൽ നിന്ന് തിരിച്ചു വന്ന് ഞാനപ്പോൾ ഒരു കോളം എഴുതുന്നുണ്ടായിരുന്നു കേരളാവന്തിയിൽ. അപ്പോൾ രാജേഷിനോട് ഞാൻ പറഞ്ഞു, രാജേഷ് കുറച്ച് ദിവസം ഞാൻ കാണത്തില്ല, കോളം എഴുതുന്നു. എങ്ങോട്ട് പോകുന്നു ചോദിച്ചപ്പോഴാണ് ഞാൻ ഗുജറാത്തിൽ പോകുന്നു. അപ്പോൾ എന്തിനു പോകണമെന്ന് ചോദിച്ചപ്പോൾ ഈ വിഷയം പറഞ്ഞപ്പോഴാണ് രാജേഷ് പറഞ്ഞത് നമുക്ക്, അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത് ഇത് എന്തെങ്കിലും പബ്ലിഷ് ചെയ്യാൻ പറ്റുമോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനിങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ രാജേഷ് തിരിച്ചു വന്ന് വളരെ 3/4 പേജോളം 6 ദിവസം തന്നതുകൊണ്ടാണ് സത്യത്തിൽ ഈ പരമ്പര വന്നതും. അതിനെനിക്ക് വി കെ മാധവൻകുട്ടി അവാർഡ്, ലാറ്റ്ലി മീഡിയ അവാർഡ് എന്നൊക്കെ പറയുന്ന അവാർഡുകൾ വരെ എനിക്ക് കിട്ടാൻ കാരണം പത്രപ്രവർത്തന രംഗത്ത് അതാണ്. അത് രാജേഷിന് വളരെ നന്ദി. പിന്നെ വിനീതയെ ഞാൻ ബിജുമോഹനാണ് എന്നോട് പറയുന്നത് വിനീതയെ വിളിക്കാൻ. വിനീതയെക്കുറിച്ച് ഞാൻ അപ്പോഴേക്കും എന്നോട് പ്രദീപ് പറഞ്ഞു, വിനീത ഭയങ്കര നല്ല ചോയ്സാണ്, നമ്മളെ സമയത്തുള്ള ഈ വിഷയം സംസാരിക്കാൻ പറ്റിയ ആളാണ്. പക്ഷേ എനിക്ക് ഈ പുസ്തകം ഞാൻ എഴുതിയതിന് എനിക്ക് സത്യത്തിൽ വിനീതയെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ പുസ്തകത്തിൻ്റെ ഈ ചടങ്ങിന് വേണ്ടിയിട്ട് വിനീതയെ പരിചയപ്പെട്ടു എന്നുള്ളതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ നന്ദി. ഈ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുന്ന ഒരു സംസാരത്തിനും ആ അനുഭവങ്ങൾക്കും. പിന്നെ ഇങ്ങനെ ഇവിടെ വരാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുറേ സുഹൃത്തുക്കൾക്ക്, അല്ലെങ്കിൽ ഇത് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇന്ന് വരാൻ പറ്റിയില്ല, പല കാരണങ്ങൾ. എങ്കിൽ പോലും ഒരു വാട്സാപ്പ് മെസ്സേജിൽ ഇവിടെ എത്തിയ എൻ്റെ കൂടെയുള്ള സ്കൂളിൽ പഠിച്ച സുഹൃത്തുക്കൾ മുതലുണ്ട്. എല്ലാവർക്കും നന്ദി. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്തതിന് സെൻറ്റർ ഫോർ ആർട്സ് ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് അജിത്തിന് വളരെയേറെ നന്ദി. ഇനിയും കാണാം. നന്ദി.